കഴിഞ്ഞൊരു 7 വർഷത്തിൽ ഏറ്റവും ചൂടായിട്ടുള്ള അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്താണ് പണ്ട്. കഴിഞ്ഞൊരു 6 വർഷത്തിൽ അമ്മയുടെ അടുത്ത് ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചൂടായിട്ടില്ല. ഇല്ല. അത് ഇവിടെ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരിൽ അമ്മമാരോട് തർക്കിക്കുന്നവരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. കാരണം അതിന് മുമ്പ് ഏകദേശം ഒരു 18 കൊല്ലത്തോളം അമ്മയോട് സ്ഥിരം തർക്കിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പേഷ്യൻസ് എനിക്ക് ആക്ച്വലി നല്ലപോലെ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്കൊക്കെ എൻ്റെ അടുത്ത് ഒരു 100 പേര് സെൽഫി എടുക്കാൻ വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ അതിനെ കാണുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. 9 to 12 എൻ്റെ സ്റ്റഡി ടൈമാണ്. സെമിനാറിൽ അങ്ങനെയായിരുന്നു. സെമിനാരിൽ നിന്നാണ് ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം സിനിമ കാണുന്നത് നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഒരു നല്ല സിനിമ കാണുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. മെയിലുകൾ ചെക്ക് ചെയ്യുന്ന എൻ്റെ സിനിമയുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. ബുക്കുകൾ വായിക്കുന്നത് ജോലിയുടെ ഭാഗമാണ്. ചില ചാറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ വർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം വിടും. അതെന്ത് ബ്യൂട്ടിഫുൾ, എന്ത് ബ്ലെസ്സിങ് ആണത്. എവറി ഫോളോവർ ഈസ് നോട്ട് യുവർ ഫാൻ. അതെ, ഇപ്പോൾ ഒരു മാനിൻ്റെ പുറകെ പോകുന്ന സിംഹം മാനിൻ്റെ ഫോളോവറാണ്. നോട്ട് എ ഫാൻ. പക്ഷേ ഇപ്പം പക്ഷേയല്ല, ഇപ്പോൾ ജോസഫിൻ്റെ ലൈഫിലോട്ട് നോക്കുമ്പോൾ യു ആർ വെരി ഹാപ്പി മാൻ. ഓക്കെ, ഇപ്പോൾ ജോസഫിനെ പരിചയപ്പെടുന്നവരാണെങ്കിലും ഒരുപാട് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ജോസഫിനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ ഞാൻ ജോസഫിനെ നമ്മൾ വർക്ക് ചെയ്ത സമയങ്ങളിലും കണ്ട സമയത്തും എല്ലാം ഭയങ്കര പേഷ്യൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ് ജോസഫ്. അപ്പോൾ നമ്മൾ കാണുന്നവർക്കൊരു തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ടുണ്ടാവും. അയ്യോ, എപ്പോഴും ചിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ദേഷ്യം വരാത്തൊരു മനുഷ്യൻ, എന്നെ ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെയുള്ളത്. ശരിക്കും അങ്ങനെ ഫുൾ ടൈം പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞ ദേഷ്യം വരാത്ത അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണോ ജോസഫ്? അങ്ങനെ തോന്നുന്നു. അത് രേണുവിനറിയാലോ. ചിലരൊക്കെ നമ്മുടെ കൊളീഗ്സിനോട് ചോദിക്കാറുണ്ട്, അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ ഉപദേശിക്കാറുണ്ടെന്ന്. പിന്നെ എനിക്കെന്താ പ്രാന്താണ് വെറുതെ ഇരിക്കുമ്പോൾ വരൂ 2 ഉപദേശം തരാമെന്ന് പറയാൻ. നമ്മൾ ഹ്യൂമനാണ്, വെരി റിയൽ ഹ്യൂമൻ. നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ലതല്ലേ കാണിക്കുക. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താൽ, നമ്മുടെ എല്ലാവരെയും പ്രൊഫൈൽസ് എടുത്താൽ, ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എടുത്താൽ അയാളുടെ ജീവിതം അതാണെന്ന് കരുതിയാൽ വാട്ട് എ ലൈഫിനെ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ടോ നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ലിസണർ ഞാനാണ്. ഇത് ആദ്യം നന്നാക്കുന്നത് തന്നെയാണ്. ഞാൻ നന്നായാലേ മറ്റാരും നന്നാവുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ തന്നെ സഹായിച്ച് പേഷ്യൻസ് എനിക്ക് ആക്ച്വലി നല്ലപോലെ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്കൊക്കെ എൻ്റെ അടുത്ത് ഒരു 100 പേര് സെൽഫി എടുക്കാൻ വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ അതിനെ കാണുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. അതിപ്പോൾ അവർ തമാശയ്ക്ക് അവർക്ക് സ്റ്റോറി ഇടാനാണെങ്കിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ലവ് വരുന്നതാണെങ്കിലോ സ്റ്റിൽ നമ്മൾ ഒരാൾക്ക് നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം നമ്മളോടൊരു സ്നേഹമോ എന്തെങ്കിലും നമ്മളാക്കിയ ആ ഒരു വിധിയോട് നമ്മളാണെങ്കിൽ റെസ്പെക്റ്റാണ്. പ്ലീസ് നമ്മൾ പറയും. ചില കാര്യം നമുക്ക് പറ്റില്ല. ഇപ്പോൾ ചില ടോക്ക് ഷോക്ക് വിളിക്കും, നമ്മുടെ ജീവിതമാർഗ്ഗം കൂടിയാണ്. ഒരു 10 മിനിറ്റുള്ളൂ, ഒന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് മൈ ലൈഫ്. നമ്മൾ ദിവസങ്ങളോളം ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ടോക്ക് ഓർഡറിലാക്കി അവർ പറയുന്ന കോണ്ടൻറ്റിനനുസരിച്ച് പുതിയ കറണ്ട് അഫെയർസ് മിക്സ് ചെയ്ത് ഒരു സാധനം റെഡിയാക്കി. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പുസ്തകം എഴുതുന്നുണ്ട്, എൻ്റെ യൂട്യൂബ് വീഡിയോസ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന സമയം 10 മിനിറ്റല്ലേ ഇവിടെ വന്ന് ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ പറയുക ഐ വുഡ് ലൈക്ക് ടു പൊളൈറ്റ്ലി ഡിക്ലൈൻ യുവർ മെയിൽ എന്നേ പറയുള്ളൂ. കാരണം മനുഷ്യരെ മാക്സിമം വേദനിപ്പിക്കാതെ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ കർണനോട് കൃഷ്ണൻ പറഞ്ഞൊരു ഡയലോഗാണ്, കർണ നീ സത്യം മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം, പക്ഷെ കേൾക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെയും പറയാമെന്നുള്ളതാണ്. കഴിഞ്ഞൊരു 7 വർഷത്തിൽ ഏറ്റവും ചൂടായിട്ടുള്ള അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്താണ് പണ്ട്. കഴിഞ്ഞൊരു 6 വർഷത്തിൽ അമ്മയുടെ അടുത്ത് ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചൂടായിട്ടില്ല. ഇല്ല. അത് ഇവിടെ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരിൽ അമ്മമാരോട് തർക്കിക്കുന്നവരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. കാരണം അതിന് മുമ്പ് ഏകദേശം ഒരു 18 കൊല്ലത്തോളം അമ്മയോട് സ്ഥിരം തർക്കിച്ചിരുന്ന ഒരാളാണ് ഞാൻ. 18 കൊല്ലം തർക്കിച്ചു. എൻ്റെ അമ്മ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് എണ്ണണം ഇനി. നമുക്ക് എഡിറ്റ് ചെയ്ത് ബീപ്പിട്ട് വിടാതൊക്കെ. കാരണം ഇത് കഴിഞ്ഞൊരു വീട്ടിലെങ്ങനെ ചെല്ലും എന്നുള്ളതിനാണ് ആലോചിക്കണേ. അപ്പോൾ ഈ അമ്മമാരുടെ ചില, അതായത് നമ്മളവർ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എതിർക്കേണ്ടതായിട്ട് വരും. പക്ഷേ എതിർക്കുന്ന രീതിയും നമ്മൾ ഒന്ന് മാറ്റിയാൽ രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ യുവർ റിലേഷൻഷിപ്പ് വിത്ത് പാരൻസ് വോണ്ട് ചേഞ്ച് അണ്ടിൽ യു ചേഞ്ച് എന്ന് പറയാം. അത് എളുപ്പമല്ലെന്നുള്ളതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ അമ്മ പറയുമ്പോൾ അതെന്തിനാ നീ ഇപ്പം അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കും നെക്സ്റ്റ് മൊമെൻറ്റിൽ ഫ്രസ്ട്രേഷൻ വരുന്നത്. പിന്നെ ഞാൻ ആലോചിക്കും, ഈ പറഞ്ഞ പോലെ 4 ആൺപിള്ളേരുടെ ഒപ്പം ജീവിച്ചൊരു സ്ത്രീ, അവർക്കൊരു പെൺ തുണ പോലും കിട്ടിയിട്ടില്ല. അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാൾ. നമ്മളായ കാലത്തൊക്കെ അവർക്ക് പണി കൊടുത്താൽ ചവിട്ടി കയറുക. ഇപ്പോഴാണ് കുറച്ചുകൂടി ഭേദപ്പെട്ടത്. അതിൻ്റെ ഇടയ്ക്ക് അവർ പഠിപ്പിക്കുകയും ചെയ്തു, വായിക്കുകയും ചെയ്തു, നമ്മുടെ അയാൾ നോക്കുകയും ചെയ്തു. ഷീ ഡിസേർവ് സം റെസ്പെക്റ്റ്. നമ്മുടെ ഈ 5 പേരുള്ള വീട്ടിൽ
കുറച്ച് ഒച്ചയെടുത്ത് സംസാരിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഒച്ചയെടുത്ത് സംസാരിക്കുന്നവരുടെ അവകാശമുള്ളവരുടെ റാങ്കിങ് വയ്ക്കുകയാണെങ്കിൽ 1-ാം റാങ്ക് അമ്മയ്ക്ക് ഒച്ചയെടുക്കാം ഫസ്റ്റ്. പിന്നെ ഒരു 3-4 റാങ്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പോലും ഞങ്ങൾ വയ്ക്കുകയുള്ളൂ. കാരണം അമ്മ അത്രയും ടോപ്പ്. ഞാൻ ദൈവത്തിൻ്റെ ചേർമാറിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയോടുള്ള ദേഷ്യമായിരുന്നു എനിക്ക്. ഇരട്ട ലജ്ജ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അത് എഴുതുന്ന സമയത്ത് എനിക്ക് അമ്മയോടുള്ള ഫ്രസ്ട്രേഷൻ കാരണം ഞാൻ ഒരു വരി എഴുതി ദൈവത്തോട് പോലും എൻ്റെ അമ്മ തർക്കിക്കും എന്നെഴുതി. പിന്നെ ആ ചാപ്റ്ററിന് ഒരു ബ്രേക്ക് വന്നു. കുറേ കാലം ഞാൻ അമ്മയോടൊക്കെ അമ്മയെക്കുറിച്ചൊക്കെ ചോദിച്ചു. കുറേ അന്വേഷണം അമ്മയെക്കുറിച്ച് ഞാൻ നടത്തി. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി, എവിടെയൊക്കെയോ അവസാനത്തി ആ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ വരി ഇങ്ങനെയാണ്: ദൈവത്തോട് ആർക്കെങ്കിലും തർക്കിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത്രയ്ക്കൊരു മോശപ്പെട്ട ഒരാളല്ലേ. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരാളാണ്. എന്ന് വെച്ചാൽ ദേഷ്യമുണ്ട്, ബട്ട് ഐ ക്യാൻ മാനേജ്. അത് ഫേക്കിങ് പോലും അല്ല. നമുക്ക് അപ്പുറത്തുള്ള ആളെ കുറച്ചുകൂടി പിടുത്തം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുത്തം ഒറ്റയിടി പറയില്ല. ഒരപ്പാപ്പൻ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടത് പുള്ളിക്കാരൻ പിടിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ഒരാൾ, എൻ്റെ അപ്പം ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ്. അപ്പം ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്കൊന്നൊരു ഷെയ്ക്ക് ഉണ്ട്. എൻ്റെ അപ്പനാണെങ്കിലോ നമ്മളിങ്ങനെ സാറില്ലേട്ടാ, അത് ആ പ്രോസസ്സ് ഇത്രയും പെട്ടെന്ന് റണ്ണാവണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ജോസഫ്, എനിക്ക് പ്രായത്തിൻ്റെ സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചിലപ്പം പ്രായമായ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കും, അവരെന്തെങ്കിലും വണ്ടിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പനെ അമ്മയൊക്കെ കണ്ടു തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പാവം ചേച്ചി ക്രോസ് ചെയ്ത് പൊക്കോട്ടെ, നിർത്തി കൊടുക്കലുകളൊക്കെ. ഐ തിങ്ക് നമ്മളെ ആ ഒരു മെച്യൂരിറ്റിയും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു വ്യത്യാസം അതിലുണ്ടെന്ന് തോന്നുന്നു. ഇനി ജോസഫിനെ പോലെ ഒരാൾ, എ യങ് മാൻ ൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ്? ലൈക്ക് പാർട്ടിയാണോ, സ്വന്തമായിട്ടുള്ള ലോകത്തുള്ള ജീവിതമാണോ, എങ്ങനെയുള്ളൊരു ജീവിതമാണ്? ബിക്കോസ് ഞാൻ ജോസഫിനെ കാണുമ്പോൾ യു ആർ ഓൾവേസ് ഓൺ എ ഹൈ. ഓക്കെ, ഹൈ വിത്ത് ലൈഫ് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഒരു ഹാപ്പി ആയിട്ടുള്ള ആളാണ്. വെരി വെരി നൈസ് പേഴ്സൺ. ഐ ലൈക്ക് യു. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ്, അതെങ്ങനെയാണ്, ആ ജീവിതം എങ്ങനെയാണ്? ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടുപേരും ജോലി രാജിച്ചിരിക്കുന്ന ഒരാളല്ലോ. അതെ അതെ. എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് എൻ്റെ വർക്ക് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അത് രാവിലെ പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. പള്ളിയിൽ പോകുന്നത് ഒരു 15 മിനിറ്റ് നേരത്തെ പോവും. ഞങ്ങളുടെ അടുത്തൊരു കോൾബേന്നൊരു ആശ്രമമുണ്ട്. അവിടെ കുറച്ചൊക്കെ പ്രായമായ ആളാണ് വരുന്നത്. കുറേ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒപ്പം നമ്മൾ ഈ കുർബാന കാണുന്നത്. കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ഹായ് ജോസഫേ എന്തുണ്ട് വിശേഷം നോക്കി, ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. യു ആർ കിക്ക് സ്റ്റാർട്ടിങ് യുവർ ഡേ വിത്ത് സം ഗ്രേസ്. നമ്മളവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആ കുറച്ച് നേരത്തെ നടത്ത പലയിൽ വണ്ടിയിൽ വന്ന്, അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ചിലപ്പോൾ ജിമ്മിൽ പോവും. ഒരു 7 to 8 ജിമ്മുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 9 to 12 എൻ്റെ സ്റ്റഡി ടൈമാണ്. സെമിനാറിൽ അങ്ങനെയായിരുന്നു. സെമിനാരിൽ എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള സിനിമ കാണുന്നത് സ്റ്റഡി. നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഒരു നല്ല സിനിമ കാണുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. മെയിലുകൾ ചെക്ക് ചെയ്യുന്ന എൻ്റെ സിനിമയുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. ബുക്കുകൾ വായിക്കുന്നത് ജോലിയുടെ ഭാഗമാണ്. ചില ചാറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ വർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം വിടും. അതെന്ത് ബ്യൂട്ടിഫുൾ, എന്ത് ബ്ലെസ്സിങ് ആണത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആണ് ഒരു സിനിമ കാണുന്നത്. 2 മണി 4 മണി ഏരിയയിൽ സിനിമ കാണാമെന്ന് കരുതും. പിന്നെ ഒരു ഗെയിം കുറച്ചൊരു അഡിക്ഷൻ ഉണ്ട്. എൻ്റെ ഒരു ഒള്ളി എൻ്റർടൈൻമെൻറ്റ് പ്ലേ സ്റ്റേഷനാണ്. പ്ലേ സ്റ്റേഷൻ 5 ഉണ്ട്. മകനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അറിയണ്ടായിരിക്കും. നമ്മൾ കൊടുത്തിട്ടില്ലേ? ഇല്ലില്ല. അപ്പോൾ ഫുട്ബോൾ കളി അത് ലെഗ് ഇഞ്ചുറി. ലെഗ് ഇഞ്ചുറി വന്നതിന് മറ്റേ സ്ഥിരം ഇതിനുവേണ്ടി പോവാറുണ്ട്, മറ്റേ കളിക്കാൻ ഔട്ട്ഡോർ പോവാറുണ്ട്. അപ്പോൾ ഇത് ലെഗ് ഇഞ്ചുറി വന്ന പിന്നെ 3 തവണ അടുപ്പിച്ച് വന്നു. അത്രയും പാഷനേറ്റാണ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരെണ്ണം കഴിഞ്ഞ് ജസ്റ്റ് ഡോക്ടർ പറഞ്ഞതിന് ഒരു ദിവസം മുന്നേ പോയെങ്കിലേ ഉള്ളൂ. അതെ അല്ലേ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സ്പോർട്സ് വളരെ കൺസ്യൂം ചെയ്യുന്നതാണ്. ഫുട്ബോൾ ഫാനാണ് ഞാൻ. EPL, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ലാ ലീഗ, ബുണ്ടസ് ലീഗ, ഇപ്പോൾ MLS എന്ന് പറയും, മെസ്സിയുടെ ഒക്കെ അടുത്ത ഫാനായതുകൊണ്ട് ആപ്പിൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പുള്ളിയുടെ മാച്ചുകൾ കാണും. പിന്നെ മനുഷ്യരെ കാണില്ല, ടോക്ക് ഷോസ് ഉണ്ടാവും മാസത്തിൽ. ഇപ്പോൾ നമ്മുടെ ചോയ്സാണ് എത്ര ടോക്ക് ഷോ എടുക്കണമെന്നുള്ളത് പോലും. പിന്നെ എഴുത്ത് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. എല്ലാം ഒരു കോണ്ടൻറ്റ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫ്രണ്ട്സിനെ കാണാൻ പോയിടയ്ക്ക് ചായ കുടിക്കാൻ പോകും. ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ലൈഫ് ഫിൽഡ് വിത്ത് ലവ് ആൻഡ് ഫ്രീഡം. ഇപ്പോൾ ഇനിയിപ്പം ഞാൻ എൻ്റെ മോൻ്റെ ഒരു കാര്യം പറയാം. അപ്പം അവനൊരു ടീനേജറാണ്. ഇപ്പം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐ ലൈക്ക് യു ഫോർ മെനി തിങ്സ്, പക്ഷേ എനിക്ക് അമ്മ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? എന്താ? അവൻ പറഞ്ഞു, ഐ ക്യാൻ ടെൽ യു എനിത്തിങ്. ഞാൻ പറഞ്ഞു, യാ യു ക്യാൻ ടെൽ മീ എനിത്തിങ്. ഒരു മിനിറ്റിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മദറായി.
കാരണം എൻ്റെ മോൻ എന്നോട് എന്തും പറയാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എന്ന ആൾക്കാർ അവർക്ക് അവരുടെ പേരൻസിനോടൊന്നും പറയാൻ പറ്റില്ല, ചൂടാവും, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യും. ഈ 2 കാര്യങ്ങൾ അതുകൊണ്ട് അവർ ഒന്നും പറയില്ല. ഇത് ഫ്രണ്ട്സ് തമ്മിലുള്ള ഡിസ്കഷൻസിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് മനസ്സിലായി അത്രേ അവൻ എൻ്റെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്നുണ്ടെന്ന്. ഇപ്പം നമ്മൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഒരുപാട് DMs വരാറുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറയുന്നതിൻ്റെ റീസൺ അതാ. ചേച്ചി എനിക്ക് ഐ ഹവ് നോബഡി, ചേച്ചി ഐ കാൺ ടെൽ എനിവൺ എന്ന് വെച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഈ അയക്കുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. പേരൻസോ സൈക്കോളജിസ്റ്റോ ഹെൽപ്പ് ചെയ്യേണ്ട കേസുകളൊക്കെയാണ്. എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ജോസഫിന് ആസ് എൻ ഇൻഫ്ലുവൻസർ ഇങ്ങനെ നിൽക്കുമ്പോൾ ജോസഫിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഇത്തരം മെസ്സേജുകൾ സാധനങ്ങൾ ജോസഫിനും വരാറുണ്ടോ? ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? ഒരുപാട് വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരുപാട് പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതിലും എനിക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു ആളുടെ സങ്കടം പറയുന്നത് ഒരു ചില്ലുകൊണ്ടുണ്ടാക്കിയൊരു കുപ്പി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. സാർ ഞാനൊക്കെ തകർന്നിരിക്കുകയാണ്, എന്നെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കുമോ? അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ കുപ്പി ഒന്ന് ശരിയാക്കി കൊടുക്കണം. നമ്മൾ ഓരോ ചില്ല് കഷ്ണവും ഇങ്ങനെ വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൈ മുറിയും. മേലെ നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്ക് ആത്യന്തികമായിട്ട് ഇവരെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്യുന്നൊരു കൾച്ചർ, ഒരു മെയിലോ കോണ്ടൻറ്റോ കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇതെന്തോ സിറ്റുവേഷനിലാണ്, ഞാൻ മെയിൽ അയക്കാൻ പറയും. ആദ്യം പറയുന്നത് ഇതെൻ്റെ ഒള്ളി റെസ്പോൺസ് ആയിരിക്കും, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, എല്ലാം ഭംഗിയാവട്ടെ. പിന്നീട് അവർ റിപ്ലൈ ചെയ്യാൻ ഞാൻ മറുപടി കൊടുക്കില്ല. കാരണം നമ്മളങ്ങനെ കരുതിയിരുന്നു ഒരാളെ തുടർച്ചയായി സഹായിക്കണമെന്ന്. ചിലപ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് അറ്റാച്ച്മെൻ്റ് ആവും. അത് പിന്നെ ഒരിക്കലും ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എന്താ എന്നെ മടുത്തോന്ന്. ആ ഒരു ഫ്രേസ് ഭയങ്കര ഭീകരമാണ്. ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയ അയാളെ ത്രൂട്ട് സഹായിക്കുന്ന ഒരു വക്കീലിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾ തമ്മിൽ ഡീലാക്കി ഇടയ്ക്കിടയ്ക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ എല്ലാം സെറ്റ് ആവട്ടെ. ഇത് ആദ്യ കാലങ്ങളിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ സെറ്റായി കഴിഞ്ഞ് പിന്നെ മെസ്സേജുകൾ അയക്കുമ്പോൾ ഞാൻ അധികം റെസ്പോണ്ട് ചെയ്യണം. എന്താണ് പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ എന്താണ് ഈ ഡയലോഗ് ചോദിക്കുമ്പോൾ അലാമിങ് ആണ് ഭയങ്കരമായിട്ട്. അന്ന് തുടങ്ങി നമ്മൾ അതുപോലെ വിസിറ്റ്, മറ്റേത് ചേട്ടൻ ഒന്ന് കാണാൻ പറ്റുമോ, ഞാൻ ഇന്ന കഫേലുണ്ടാവും. നമ്മൾ വിചാരിച്ചു ലോകം മുഴുവൻ നന്നാക്കണം എന്നുള്ളൊരു, നമ്മൾ ആദ്യം വൈറലായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരം ഈ എല്ലാവരും സഹായിക്കണം, നമ്മൾ സഹായിച്ചില്ലേ അവർ നമ്മളെക്കുറിച്ച് മോശം വിചാരിക്കുമോ, മറ്റുള്ളവരെ കുറിച്ച് എന്ത് വിചാരിക്കും. നോ, ഇപ്പോൾ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അന്ന് മിർച്ചിയിലുള്ളപ്പോൾ ഒരു ഉപകാരം ഉണ്ടായത് അവിടെ CCTV ക്യാമറ 4 ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് ബിനിയെ വിളിച്ച് പറയും, അപ്പോയിൻമെൻറ്റ് എടുക്കും, വരും. ട്രാൻസ്പെറൻറ്റ് ക്ലാസ്സുകളാണ് അവിടുത്തെ. നമ്മളിന്ന് സംസാരിക്കും, പോവും. പിന്നെ പറയും തുടർച്ചയായിട്ട് ഇതൊരു കാഴ്ച ഉണ്ടാവില്ല, ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് വിടലാണ് ചെയ്യാറ്. പിന്നെ ചില ആളുകൾക്ക് റെസ്പോൺസ് പോലും ചിലപ്പോൾ ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് അവർക്ക് ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടുമായിരിക്കും. പിന്നെ വേറെ കുറേ ആളുകൾ നമ്മുടെ അറ്റൻഷൻ കിട്ടാനും നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യാനും കഥകൾ പറയുന്നവരും ഇതിനകത്തുണ്ട്. സീരിയസ്ലി. ഇപ്പം എൻ്റെ ഒരു ഇത് പറയാം. ഒരിക്കൽ മിർച്ചിയിലെ പഴയ സ്റ്റുഡിയോയിലായിരിക്കുമ്പോൾ ഞാൻ RJ ആയിരിക്കുന്ന സമയം നമ്മൾ പോപ്പുലറായി വരുന്നു. ഒരു പെൺകുട്ടി മെസ്സേജ് ആക്കാണ്, ചേട്ടാ എൻ്റെ റൂംമേറ്റ് ചേട്ടൻ്റെ ഒടുക്കത്തെ ഫാനാണ്, അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, ഉച്ചയാകുമ്പോഴേക്കും അവൾ വീട്ടിലേക്ക് പോകും, അതിനുമ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവളുടെ പേര് പറഞ്ഞിട്ട് ഒരു വീഡിയോ അയക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷോയിലാണ്, അന്ന് ലൈവാണ് ചെയ്യണേ. അപ്പോൾ ടെൻഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ പോയിട്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ് എല്ലാവിധ ആശംസകളും എല്ലാം ഭംഗിയാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ അയക്കുന്നു. നമ്മുടെ ഷോ കഴിയാറായ സമയത്ത് എനിക്ക് അന്ന് ഇൻസ്റ്റയല്ല ഫേസ്ബുക്കിൽ തിരിച്ചൊരു വീഡിയോ വരുന്നു. ഒരു പെൺകുട്ടി എൻ്റെ വീഡിയോ നോക്കിയിട്ട് ഇങ്ങനെ ഉറക്കച്ചിരിക്കുന്ന, അയ്യേ ഇവൻ്റെ വീഡിയോ ആണോ നീ എനിക്ക് അയച്ചു തന്നത്, ഇവൻ്റെ ശബ്ദം കേൾക്കണതേ എനിക്ക് ഇഷ്ടമല്ല, എന്തിനാ ആടിയെന്ന് ചോദിച്ച്. അതായത് എൻ്റെ ശബ്ദം ഇഷ്ടമല്ലാത്ത, എന്നെ കാണുമ്പോഴേ അവൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് വെറുത്ത ഒരാളെ ഒന്നും കൂടി ഒന്ന് വെറുപ്പിക്കാൻ വേണ്ടി എന്നോട് വീഡിയോ ചോദിച്ചാണ്. ആ ഫേസ്ബുക്കിലെ ലാംഗ്വേജ് നോക്കൂ, എൻ്റെ കൂട്ടുകാരി നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ്, ഇന്ന് ഉച്ചയ്ക്ക് അവൾ ബർത്ത്ഡേക്ക് പോവാണ്, ഒരു വീഡിയോ കിട്ടി അവളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിരിക്കും ചേട്ടാ, നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പൊക്കിയിട്ട് സെക്കൻഡുകൾക്ക് വിലയുണ്ട് മിരിച്ചില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നു. പുറത്ത് പോയിട്ട് പെട്ടെന്നെടുത്ത് ആ പേരും ഇതും പറഞ്ഞ് വീഡിയോ ഇത് അയച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അത് ഈ നമ്മളുടെ ശബ്ദം നോക്കി ഒരു പെൺകുട്ടി പൊട്ടിച്ചിരിച്ച് അയ്യേ ഇവൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കും. നമ്മളിങ്ങനെ ഫസ്റ്റ് ഡോസ് ഓഫ് റിയലൈസേഷൻ വരാണ്, എവറി ഫോളോവർ ഈസ് നോട്ട് യുവർ ഫാൻ. അതെ, ഇപ്പോൾ ഒരു മാനിൻ്റെ പുറകെ പോകുന്ന സിംഹം മാനിൻ്റെ ഫോളോവറാണ്, നോട്ട് എ ഫാൻ. ഇനി ഞാൻ എപ്പോഴും വിത്ത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്തിനെക്കുറിച്ച് പറയുമ്പോഴും
ചില സമയത്ത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഈ മനുഷ്യൻ ശരിക്കും ഇങ്ങനെ തന്നെയാണോ അല്ലയോ. കാരണം ഇപ്പം സെമിനാരിയിൽ നിന്ന് വന്നിട്ടുള്ള പലരെയും, സിസ്റ്റർ ആകുമ്പോൾ വന്നിട്ടുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പച്ചയ്ക്ക് ചീത്തയാണ്. വന്നതിൻ്റെ റീസൺ അവിടെ മദർ അങ്ങനെയായിരുന്നു, ടീം ഇങ്ങനെയായിരുന്നു, കൂടെ പഠിച്ചവരങ്ങനെയായിരുന്നു, എൻ്റെ അങ്ങനെ മറ്റത് മറിച്ച് എൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ ചീത്തയായിരുന്നു. ഞാൻ പുറത്തുനിന്ന് കണ്ട പോലെ അല്ല, ഓക്കെ, ചീത്ത പറയുന്നത്. പക്ഷെ ജോസഫിനെയാണ്, വേറെയുള്ളവരുണ്ടാവാം, അവർ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ജോസഫ് പറഞ്ഞതാണ് ഞാൻ വളരെ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഈ മനുഷ്യൻ എങ്ങനെ അത് പറ്റുന്നതെന്ന് ആലോചിച്ച്. ജോസഫ് ഒരിക്കലും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. യു ഓൾവേസ് അത് പോസിറ്റീവായിട്ട് മാത്രം ജോസഫ് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ ചെന്ന സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് റെക്ടർ അച്ഛനെക്കുറിച്ചും എല്ലാം ജോസഫ് ഇഷ്ടംപോലെ സംസാരിക്കാറുണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ശരിക്കും അത് അങ്ങനെയാണോ ജോസഫ്? എല്ലാം അങ്ങനെയാണോ കാണുന്നത്? അത്രയും പോസിറ്റീവായിട്ടാണോ അവിടുത്തെ അനുഭവങ്ങളും എല്ലാം? സെമിനാരി ഓഫ് കോഴ്സ് പോസിറ്റീവാണ്. കാരണം ഞങ്ങളുടെ ഫാദർ റെക്ടർ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം സെമിനാറിൽ ജോയിൻ ചെയ്ത് അന്ന് പറഞ്ഞ ആദ്യ സെൻറ്റൻസ്, ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ബട്ട് ബി പീപ്പിൾ ഓറിയൻറ്റഡ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ മന്ത്ലി റിഫ്ലക്ഷനും നമ്മളോട് ഇങ്ങനെ പറയും. ഒരിക്കൽ പറഞ്ഞാണ്, പൊന്നുമക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന ഈ ഗ്ലാമറൊന്നുമല്ല പൗരോഹിത്യത്തിന്. ഒരു ക്രിസ്മസ് രാത്രി പാതിരാ കുർബാന കഴിഞ്ഞ് വീട്ടുകാർ അവരുടെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോവും. ആൾത്താരപാലന്മാർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജനലുകൾ അടച്ചു തുടങ്ങും. ഒടുവിൽ കപ്പ്യാർ പള്ളി പൂട്ടി നമുക്ക് താക്കോല് തരുമോ, ആ ക്രൂശിത രൂപത്തിൻ്റെ താഴെ ആ തണുത്ത രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ദാറ്റ് ഈസ് പ്രീസ്റ്റ്ഹുഡ്. ആ ഒറ്റയ്ക്കായ ഏകാന്തതയിൽ തമ്പുരാൻ മാത്രമുള്ള ആ ജീവിതത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങളെ കാണുമ്പോൾ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛന്മാരും ജനങ്ങളൊക്കെ പോവും. പാതിരാക്കുർബാന കഴിഞ്ഞ് കുരിശിൻ്റെ ചോട്ടിൽ എ പ്രീസ്റ്റ് ഈസ് എ ലോൺ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം അച്ഛനാവാനല്ല പ്രേരിപ്പിച്ചിരുന്നത്. ഈസ് ഇറ്റ് റിയലി ഫോർ യു എന്ന് ചോദിച്ചൊരു മനുഷ്യനാണ്. അതുപോലെ ഞങ്ങൾ ഒരു ബാച്ച്, ഞങ്ങളുടെ സീനിയർ ബാച്ച് പോകുമ്പോൾ അദ്ദേഹം ഭയങ്കര ചൂടനായിരുന്നു. നമുക്കൊക്കെ പേടിയായിരുന്നു അദ്ദേഹത്തെ. പക്ഷെ ഒരു ബാച്ച് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇമോഷണലാവും. എനിക്ക് നല്ലതേ സെമിനാരിന്ന് കിട്ടിയിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഞാൻ എനിക്ക് വേണ്ടി എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഞാൻ സെമിനാറിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ദൈവം എനിക്ക് വേണ്ടി എടുത്ത ഏറ്റവും നല്ല തീരുമാനം കറക്റ്റ് സമയത്ത് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. സീരിയസ്ലി. കാരണം ഞാൻ വിഷ്വൽ പോലും കാണുന്ന ഇങ്ങനെയാണ്, ജോസഫ് നൗ യു ആർ റെഡി, പ്ലീസ് ലീവ്. എനിക്ക് നല്ലത് കിട്ടില്ല. അതുപോലെ ഭക്ഷണം, നിങ്ങളെന്നെ ഏറ്റവും വലിയ ബഫറ്റുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയാലും ഞാൻ ആവശ്യമുള്ള സാധനം കഴിക്കുകയുള്ളൂ, വിളമ്പിയതേ ഭക്ഷിക്കുകയുള്ളൂ. നമ്മൾക്ക് ഒരു ടേബിളുണ്ട്, 5 പേര് ഇരിക്കുന്നുണ്ട്. ആ ടേബിളിൽ മൊത്തം 10 അപ്പം, ഒരാൾക്ക് 2 അപ്പം വെച്ച്. ഇത് തീർന്നുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 5 അപ്പം വരും. അത് ചാടി പിടിച്ചോളാം. അത് കിട്ടണവർക്ക് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 പേരെടുത്തു, 2 പേർക്ക് വേണ്ട. അപ്പം ഇനി ഒരു അപ്പം വരുന്നു, ഒരുത്തൻ ഓൾറെഡി ഒരെണ്ണം എക്സ്ട്രാ അപ്പം എടുത്തു കഴിഞ്ഞു. അപ്പം അടുത്ത അപ്പം എൻ്റെ ആണെന്ന് എനിക്കറിയാം. എടുക്കാൻ പോണടുത്ത് പുള്ളിക്കാരൻ ചാടി ഇങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് എക്സ്ട്രാ കിട്ടിയില്ല, ചാടി എടുക്കണം. പുള്ളി പച്ചനാണ്, ബട്ട് ഹി ചേഞ്ച് എ ലോട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത്, അതുകൊണ്ട് പട്ടിണി ഇരിക്കുക, പട്ടിക്കൂട് കഴുകുക, ഈ തേങ്ങ ചുമക്കുക, ചില ദിവസമൊക്കെ 30ഓളം ടോയ്ലറ്റുകൾ നമ്മൾ കഴുകണം. എല്ലാവരും 30 ടോയ്ലറ്റ്സ് ഉണ്ട്. എല്ലാവരും കുറേ ടോയ്ലറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, വർക്ക് ടൈം ഉണ്ട്, പുല്ല് പറിക്കൽ, ഇത് കളയ്ക്കൽ, എല്ലാ ജോലിയും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് കാണുന്ന പോലെ ഗ്ലാമർ അല്ല. അല്ല, സെമിനാരി അന്ന് പുത്തുമലച്ചൻ പറഞ്ഞത് പട്ടാളം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ഉള്ള സ്ഥലം എന്നാണ്. ഇന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് നമുക്ക് റൂൾ ഓഫ് സൈലൻസ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. റൂൾ ഓഫ് ഈറ്റിംഗ്, സ്പൂൺ ആൻഡ് ഫോർക്ക് വെച്ച് കഴിക്കണം. റൂൾ ഓഫ് ടച്ച്, അനാവശ്യമായിട്ട് ഒരാളെ പോലും തുടരരുത്. റൂൾ ഓഫ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ദിവസം ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം. ഇങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു പയ്യനെ മോൾഡ് ചെയ്ത് ഇന്നിപ്പോൾ ഇന്നെന്താ കഴിക്കാനുള്ളത്? ജോസഫ് ബ്രെഡും ജാമുള്ളൂ, തരൂ, ദൈവത്തിന് നീന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും. എല്ലാവരും കേസ് ഇതാണെന്ന് എനിക്കറിയാം. എനിക്ക് വാശികളില്ല വർഷത്തിൻ്റെ കാര്യത്തിൽ. അത് റെക്ടറച്ചൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, അവിടുത്തെ തോട്ടത്തിലൊക്കെ നല്ല ലൂവിക്ക, ചാമ്പയ്ക്കൊക്കെ ഉണ്ടാവും. പുള്ളിക്കാരൻ അതിൻ്റെ ഇലയൊക്കെ പറിച്ച് കണ്ടിട്ട് അത് ഞങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിലാക്കും. ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, റൂൾ ഓഫ് ഈറ്റിംഗ്. അത് കഴിക്കാൻ പാടില്ല, കാണാം. നിയന്ത്രണം ഒരുമാതിരി സൈക്കോ ആണെന്ന് നമുക്ക് അന്ന് തോന്നും. പുള്ളി ഞങ്ങൾ കഴിക്കുന്നിടത്ത് റെക്ടറച്ചൻ ആ ചാമ്പയ്ക്ക് കഴിക്കണ്ടോ? അതൊരിക്കലും ഒരു ക്രൂരതയോ ഇൻജസ്റ്റിസോ ആയിരുന്നില്ല. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ബാലപാഠമൊക്കെയാണത്. സംടൈംസ് യു ഹാവ് ടു വിറ്റ്നസ്, യു ക്യാൻ ജസ്റ്റ് സീ, യു
കാൺ ടച്ച്, ഒരു യു കാൺ ഗെറ്റ് ഇൻവോൾവ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം ആൻഡ് ജസ്റ്റ് ലീവ്. ഇതിങ്ങനെ ഇതൊക്കെ സെമിനാരിൽ നിന്ന് കിട്ടിയതാണ് 3 വർഷം. അതിൽ എനിക്കതൊക്കെ എനിക്ക് രോമാഞ്ചമാണ് സെമിനാരിൽ പോയി എന്ന് പറയുമ്പോൾ. വാവ്. ഇനി എനിക്ക് ജോസഫിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റീസ് ഹവ് യു റെസ്പോണ്ട്. സോ ഒരിക്കൽ ഞാനും ജോസഫും കൂടെ സ്റ്റുഡിയോയിൽ ഒരേ സമയത്ത്, ഞാനപ്പം UAE ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോസഫിനും അതേ സമയത്ത് ഷോ ചെയ്യണം, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജോസഫിൻ്റെ 11 o'clock ഷോ വിടണം, എനിക്കും സെയിം ആണ്. അപ്പോൾ ജോസഫ് വന്നിട്ട് എനിക്ക് സ്റ്റുഡിയോ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു രക്ഷയില്ല, തരാൻ പറ്റില്ല, എനിക്കും ഇതേ സമയത്ത് ഷോ ചെയ്യണം. ജോസഫിന് ശരിക്കും എന്നോട് ചൂടാവാം, അതായത് നമ്മൾ രണ്ടുപേരും നമുക്ക് നിലവിടാം. യു ആർ ലൈക്ക് വളരെ ക്ഷമയോടുകൂടി റീണു എൻ്റെ ലൈവ് ഷോ വിടണം. അപ്പം ഞാൻ ജോസഫെ എൻ്റെ 11 തന്നെ വിടണം. എനിക്കറിയില്ല ജോസഫിന് ഇത് ഓർമ്മയുണ്ടോയെന്ന്. പക്ഷെ ഞാനത് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ ജോസഫിനും എനിക്കും ദേഷ്യം വരാം. ബട്ട് യു റെസ്പോണ്ടഡ് നന്നായിട്ട്. ഞാനും ഹൈ പ്രഷറില്ല. ജോസഫ് എന്നോട് ചൂടായ ഞാൻ തിരിച്ച് ചൂടായേനേന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യാറുള്ള ഒരാളല്ല. പക്ഷേ ആ സമയത്ത്, കാരണം റേഡിയോ ഷോ ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവിന് പോകണം. യു റെസ്പോണ്ടഡ് വെരി വെൽ. അതുപോലെ ജോസഫിൻ്റെ ഒരുപാട് കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എൻ്റെ ഒബ്സർവേഷൻ, എൻ്റെ ഇഷ്ടം. ജോസഫിനോട് ഞാൻ ചോദിക്കുകയാണ്, ജോസഫിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? എനിക്ക് ഞാൻ ആരെങ്കിലും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി ഇടിച്ചു, പുറകിൽ വന്ന് ഇടിച്ചിട്ട് ഒരു വലിയപ്പൻ സോറി അറിയാണ്ട് ഇടിച്ചിട്ട് കിട്ടിയില്ല മോനെ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പനെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ടിൽ ദിസ് ഡേറ്റ് ഞാൻ വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരാളാണ്. നല്ലൊരു അപ്പനമ്മേനെയും കിട്ടി. ജീവിതത്തിൽ ഈ ഒരു ഏജിനുള്ളിൽ നമുക്കൊരു പുസ്തകമൊക്കെ എഴുതാം. നമ്മൾ ചെറിയ രീതിയിൽ എന്തൊക്കെയോ സമൂഹത്തിന് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നു. ഒരുപാട് നൽകപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വചനം ബൈബിളിൽ പോലും ഉണ്ട്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകിൽ വന്ന് ഇടിച്ച മനുഷ്യൻ, പ്രായ ഒരാൾ എൻ്റെ വണ്ടി ഒന്ന് ഞളങ്ങിയിട്ടുണ്ടാവും. എനിക്കത് ഈസിയായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഞളക്കം മാറ്റിച്ചാൽ എനിക്കത് വലിയ നഷ്ടമൊന്നുമല്ല. കാരണം ഞാൻ ബ്ലെസ്സഡാണ്. എൻ്റെ തൊഴിൽ കൊണ്ട്, പുസ്തകങ്ങളുടെ റോയൽറ്റി കൊണ്ട് എനിക്കത് വലിയൊരു നഷ്ടമല്ല. ഞാൻ അയാളെ തടഞ്ഞിട്ട്, ചേട്ടാ എവിടെ നോക്കി ഓടിച്ചേ, നമ്പർ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ, വണ്ടി സൈഡാക്ക്, നോക്കി ഓടിക്കണ്ടേ, നമ്പർ തന്നേ വിളിക്കാം എന്നൊക്കെ പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. അത് വന്നത് നമുക്കൊരു സ്വന്തമായിട്ട് നമുക്കത് മാനേജബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്ത്, ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുക, സാധനങ്ങൾ വിൽക്കാൻ ഒരാളെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങാണ്. ഞാൻ ഡോറ് തുറന്നു പറഞ്ഞേ അദ്ദേഹം, സാർ വി ഹാവ് എന്ന് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. പുള്ളി ഫസ്റ്റ് യു ലിസൺ എന്ന്. അയാൾ ഒരിക്കൽ പോലും അത് പറയാമോ? ഡോർ ടു ഡോർ ഇത് വിൽക്കുന്ന ആളാണ്, അവൻ്റെ ആവശ്യമാണ്. ഫസ്റ്റ് യു ലിസൺ എൻ്റെ ചൂടാവണം, നിങ്ങളാദ്യം കേക്ക്. അപ്പോൾ പറ ഇപ്പോൾ പുള്ളി ഇത് ഷേവിങ്ങിൻ്റെ ഇതാണ്, ഇതിങ്ങനെ 3 മോഡുണ്ട്, ഇത് ട്രിം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിനക്ക് എന്നെ കണ്ടിട്ട് താടിയുള്ളതെന്ന് തോന്നുന്നുണ്ടോ? അന്ന് അധികം താടിയില്ല. അവൻ്റെ ഇല്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത്. അല്ല സാർ, വെൻ യു സെഡ് നോ ഡയറക്ട്ലി ഐ ഫെൽറ്റ് ഇൻസൾട്ടഡ്. ദെൻ ഐ എം സോറി, എനിക്ക് വേണ്ട, താങ്ക് യു. ഫസ്റ്റ് ലിസൺ ഒരു ഡോർ ടു ഡോർ ഒരാൾ പോലും നമ്മളോട് പറയുന്നില്ല. അവനായിട്ട് ഈ ബാഗും തൂക്കി കഷ്ടപ്പെട്ട് ഡോർ ടു ഡോർ കയറുമ്പോൾ പൊയ്യാണ്ടായിട്ടാണ് ചിലപ്പോൾ. ഇതെല്ലാം നേരം ഒന്നും എനിക്കും പറ്റുന്നില്ലായിരുന്നു. ഓഫ്കോഴ്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വല്ല വിശുദ്ധനായി പോകും, നോർമൽ ഹ്യൂമൻ ബീങ്. ബട്ട് നമ്മളിങ്ങനെ വായിക്കുന്നതുകൊണ്ടും ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതോടെ ഗുണം നമ്മളെ കുറച്ചൊക്കെ നന്നായി പോകുന്നുണ്ടെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ജോസഫിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ജോസഫിൻ്റെ പ്രദേശത്ത് ആകെ വീട്ടിൽ ഉള്ള ഒരു കുട്ടി ജോസഫാണ്. ബാക്കി എല്ലാ വീടുകളിലും എല്ലാവരും വിദേശത്താണല്ലോ. സോ ജോസഫ്, ഈ ഒരു ട്രെൻഡ്, ഇപ്പോൾ ജോസഫ് ഒരുപാട് ട്രെൻഡുകൾ ഇങ്ങനത്തെ കാണുന്നുണ്ട്, തുടരുമോ അതോ നമ്മുടെ നാട്ടിലേക്ക് ഇനി ആളുകൾ തിരിച്ചു വരുമോ? വാട്ട് ഡു യു തിങ്ക്? ഒരു എക്സ്പെക്ട് എ ഹോം കമ്മിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം നടക്കുന്നുണ്ട്. പോയവരൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പം യുദ്ധം ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ട്രെൻഡിങ് യുദ്ധമാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇത് നേരെ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പം എൻ്റെ ഒരു ഫ്യൂച്ചർ കേരള എന്നൊരു ഇവൻറ്റിന് എന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചാൽ ഞാൻ എൻ്റെ ഷോപ്പ് ആക്ച്വലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടായിരിക്കാം മാസീവായിട്ട് പിള്ളേർ ഇവിടെ നിന്ന് പോകുന്നത്? ഒന്ന് അതിൻ്റെ ഒരു എക്സ്ട്രാവഗൻസിയാണ്. അതായത് നമ്മൾ പുറത്തു പോയി പഠിക്കുന്നതിൻ്റെ ഒരു ത്രില്ല്. കൂട്ടുകാരൊക്കെ പോകുന്നു. ഒരിടയ്ക്ക് നേഴ്സിങ്ങിന് അങ്ങനെയായിരുന്നല്ലോ. കുറച്ച് നേഴ്സിങ്ങിന് പോകുന്നു, അവിടെ നിന്ന് അയർലൻഡിലൊക്കെ പോയി നല്ല പൈസ എന്ന് പറയുമ്പോൾ
ഞങ്ങളുടെ അയൽവക്കത്തിൽ ഒരുപാട് പേര് നഴ്സിങ്ങിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അതോ അവിടെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പിള്ളേർ പോകുന്നത്, അതോ അവർ നമ്മുടെ നാട്ടിൽ ജഡ്ജ് ചെയ്യപ്പെടുന്ന അത്രയും അവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. ദേ ക്യാൻ ബി ഫ്രീ. കാരണം ഇപ്പോഴുള്ള പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പിള്ളേർ ഇൻ്റർനാഷണലി ഇൻഫ്ലുവൻസ്ഡ് ആണ്, പക്ഷെ അവരുടെ ലോക്കൽ സെറ്റപ്പ് പഴയ തന്നെയാണ്. ആണും പെൺകുട്ടിയും വളരെ നൈസായിട്ട് വണ്ടി കയറി പോകുന്ന ട്രിപ്പിങ്ങിനൊക്കെ പോകുന്ന കാഴ്ചകൾ അവരൊരുപാട് കാണുന്നു. അപ്പോൾ അവരത് ഇവിടെയും ആയിക്കൂടെ എന്ന് കരുതുന്നു. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ വേറെ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ പോകണോ? ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണ്. നല്ല എഡ്യൂക്കേഷൻ പുറത്ത് കിട്ടുന്നുള്ള കാര്യങ്ങൾ അവരും സോഷ്യൽ മീഡിയ വഴി അറിയുന്നു. നല്ല യൂണിവേഴ്സിറ്റീസ് പുറത്തുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അവിടെ പഠിക്കാൻ അവസരമുള്ള, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു അവിടെ പഠിച്ചത് എൻ്റെ ജീവിതം ഒത്തിരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ജഡ്ജ്മെൻ്റലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ എല്ലാത്തിലും. അപ്പം അത് എളുപ്പം മാറുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് അവിടെ നിന്ന് ആളുകൾ അവിടെ മുഴുവൻ നമ്മളായി കഴിയുമ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു വിടുമെന്ന് വെച്ചാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. മെസ്സേജ് ഒന്നും ഇല്ലെന്ന് എനിക്ക് മെസ്സേജൊന്നും ഇല്ല. അങ്ങനെ പറയരുത്, ഒന്നും പറയാനില്ല. ദൈവം സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ രേണു നമ്മൾ ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും ഇപ്പോൾ പറയുന്നത്, ഇഫ് യുവർ പാരൻസ് ആർ എലൈവ് ആൻഡ് ഇഫ് ദേ ഹാവ് ലവ്ഡ് യു ഇൻ സം വേ, വലിയ തിരക്കേടില്ലാത്ത അപ്പനമ്മയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അവരെ പൊന്നുപോലെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊന്നുപോലെ. കാരണം ഇന്നും ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് വിശേഷങ്ങൾ പറയാൻ എൻ്റെ അപ്പനമ്മയുള്ളൂ. ഉണ്ട്. നീ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു നല്ല മഴക്കാലത്ത് കാറിൽ ജീപ്പ് ഓടിച്ച് ഞാൻ കയറി അവിടെ ചെല്ലുമ്പോൾ കോട്ടയൊക്കെ വെച്ചിട്ട് എൻ്റെ അപ്പനിങ്ങനെ ഇറങ്ങി ഗേറ്റിൻ്റെ കുറ്റിയിരി തുറന്ന് ആ മനുഷ്യനിങ്ങനെ കയറുമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അവിടെ ഉള്ളത് ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ 30 എത്തേണ്ടി വരും. മെസ്സേജ് മുഴുവൻ നമുക്കുള്ളത് പ്രായമായവർക്കല്ല, ചെറിയ പിള്ളേരോടാ. ഞാൻ ഈ അടുത്തിടയ്ക്ക് കുമ്പളം പള്ളിയിൽ ഞാൻ പോയിരുന്നു. ഇവിടുത്തെ പള്ളി കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ UP സ്കൂൾ LP സ്കൂളുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ പുറത്തിറങ്ങി ഏതോ ഒരുത്തന് ഞാൻ ചെയ്ത മെസ്സി വീഡിയോ കണ്ടിട്ട് ജോസഫ് വന്നു കുട്ടി ഞാൻ ഞെട്ടി, കൊച്ചു പയ്യൻ, ബാക്കി ഒരു പിള്ളേർക്ക് തന്നെ അറിഞ്ഞൂടാ. ടീച്ചേഴ്സ് വന്നു, ഒരു ടീച്ചർ വന്നിട്ട് മോനെ ജോസഫ് ഒന്ന് സംസാരിക്കുമോ ഞങ്ങളുടെ മക്കളോട് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെല്ലാണ്. ഞാൻ പിള്ളേരോട് ഇങ്ങനെ പറഞ്ഞു, ടീച്ചേഴ്സിനെ പൊന്നുപോലെ നോക്കണം കേട്ടോ. അത് എൻ്റെ അപ്പനമ്മയും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ പനിയുള്ളപ്പോൾ എൻ്റെ അമ്മ വിഷം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ പോവുക. അപ്പോൾ അമ്മയുടെ വിദ്യാർത്ഥികളെ ഒച്ചയെടുക്കുമ്പോൾ എൻ്റെ അമ്മ അതിൽ ഒച്ചയെടുക്കും. അത് എൻ്റെ അമ്മ മോശം അമ്മയായതുകൊണ്ട്, മോശം ടീച്ചർ ആയതുകൊണ്ടല്ല, അമ്മയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള വിഷമമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അവരുടെ വീട്ടിൽ ഏതൊക്കെയോ സങ്കടം ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരണേ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടും സ്നേഹത്തോടെ ഇവരോട് പെരുമാറണം. 2 അപ്പനമ്മേനെയും അവർ പഠിക്കടി എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് അങ്ങനെ പറയാൻ ഒരാൾ വീട്ടിലില്ലേ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു 2 മിനിറ്റ് കണ്ണടയ്ക്കാവോ? നിങ്ങളിന്ന് ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ച് ഓടുന്നു, അടുത്തുള്ള വീട്ടിലുള്ളവർ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറി പോകുന്നു, സ്കൂൾ ബസ്സിൽ പോകുന്നു, നിങ്ങൾ ഈ വീട്ടിൽ ചെന്ന് അമ്മയെന്ന് വിളിക്കുന്നു, വിളി കേൾക്കുന്നില്ല ഇവിടെ ആരും. ത്രൂ ഔട്ട് നിങ്ങൾ വിളിക്കുന്നു, അമ്മയില്ല. മൊബൈൽ വിളിക്കുന്നു, റിങ് ചെയ്യുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. നിങ്ങൾ മുറ്റത്തിറങ്ങി നോക്കുന്നു, പറമ്പിൽ പോകുന്നു, അയൽവക്കക്കാരോട് ചോദിക്കുന്നു, അവരൊക്കെ പറഞ്ഞു ഇല്ല അമ്മയെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? സോ അവിടെ ഞാൻ പറഞ്ഞ അങ്കിള് വീട്ടിൽ ചെല്ലുമ്പോൾ അങ്കിളിൻ്റെ അമ്മ ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഈ ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെ റൂമിലൊക്കെ യേശുവിൻ്റെ പടം വെച്ചിട്ടുണ്ട്, അതുപോലത്തെ ഒരു പടമായിട്ട് കണ്ടിട്ട് അകത്ത് കയറേണ്ടി വരും ഉള്ളാലെങ്കിലും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് എന്നെ കണ്ടാൽ ഞാൻ ഷാബി ലുക്കാണ്. എൻ്റെ താടി മുടിയൊന്നും ഞാൻ അത്ര പ്രോപ്പർ, ഞാൻ പൊതുവെ ഇൻ്റർവ്യൂവിനൊക്കെ ഒന്ന് എല്ലാം ചെയ്യുന്നത് സേവാഗ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്, നോർത്ത് ഇന്ത്യക്കാരനാണ്. സേവാഗാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ബിഷപ്പിനേക്കാൾ കൂടുതൽ എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടുള്ള സേവാഗാണ് മുടി വെട്ടാൻ. അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ സേവാഗ് അവിടെ ഇല്ല, നാട്ടിൽ പോയേക്ക് 1 മാസം. എനിക്കിത് വേറെ ആർക്കും എൻ്റെ കൊടുക്കാൻ പറ്റണില്ല എനിക്ക്. ഞാൻ ആലോചിച്ചൊരു കാര്യം, 5 വർഷം എൻ്റെ താടി ട്രിമ്മിയും മുടി വെട്ടുകയും ചെയ്ത സേവാഗ് പോയപ്പോൾ ഞാൻ അനുഭവിച്ചൊരു എംപ്റ്റിനെസ് ഉണ്ട്. വാട്ട് വിൽ ഐ ഡു when I lose my parents? അതുകൊണ്ട് പിന്നീട് കുറ്റബോധം തോന്നാതിരിക്കാൻ സെലിബ്രേറ്റ് ദം. ദാറ്റ്സ് മൈ മെസ്സേജ്.
It's a beautiful one. Thank you so much for your time, Joseph. Pleasure. Thank you.